ഇത് ഡിക്കിൻ റൗണ്ടായിട്ട് റൂബൻ നെവസ് പെനാൽറ്റി എടുത്ത് ശീലമുള്ള ആളാ. കമോൺ നോ ഞാൻ കസേരൊക്കെ മാറ്റിട്ട സൂടാൻ. Muchas gracias, aficionados. Come on now. Yes, sir. Yes, sir. Yes, sir. Grown man, by the way. So, എനിക്ക് കുറെ പറയാനൊന്നുമില്ല. കാരണം ഏകദേശം 4 മണിക്കൂറിൻ്റെ അടുത്ത് സ്ട്രീമിൽ വായിട്ടലച്ച് അതിൻ്റെ ഒരു ക്ഷീണത്തിൽ നിൽക്കുകയാണ്. ബട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഓക്കെ, യമാൽ ഈ ഒരു മാച്ചിന് മുന്നേ അങ്ങനെ ഒരു സ്റ്റോറി ഇടുന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ആളുടെ കോൺഫിഡൻസിലും പെർഫോമൻസിലും ഡയലോഗ് അടിയിലും ഒക്കെ എല്ലാവരും പോലെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡയലോഗ് അടിക്കണവരടിക്കട്ടെ, ആ ഒരു പെർഫോമൻസ് പിച്ചിൽ കാഴ്ച വെക്കണോളം സമയത്ത് ഒരടിക്കട്ടെ, ഒരു കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനൊരു ഫൈനലിന് മുന്നേ ആൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലേനു. എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്തുള്ള ലമീൻ യമാലിന്റെ ഏറ്റവും വേർസ്റ്റ് പെർഫോമൻസ്. ഐ മീൻ, നമ്മൾ ഈ പോക്കറ്റിലാവാന്നൊക്കെ പറയുന്ന ഒരു സംഭവമല്ലേ, അതിന്റെ ഒരു റിയൽ സാധനം ഞാൻ കണ്ടിട്ടോ. ന്യൂനോ മെൻഡസ് അടുപ്പിച്ചില്ല ചെങ്ങായിനെ. ഓക്കെ, ഡ്രിബിൾ ചെയ്യാൻ വയ്യ, പാസ് ചെയ്യാൻ വയ്യ, ഷൂട്ട് ചെയ്യാൻ വയ്യ. ഗൈസ്, ഹോണസ്റ്റ്ലി മാച്ച് കണ്ടപ്പോൾ എനിക്ക് യമാലിനോട് പാവം തോന്നി. കാരണം ന്യൂനോന്റെ മുന്നിലെത്തുമ്പോ ചെങ്ങായി ബാക്ക് പാസ് ഇട്ട് കൊടുക്കണേ. ഇപ്പത്തെ ഗ്രീലിഷിന്റെ പോലൊക്കെ യമാല് എന്താ ചെക്കന് പറ്റിയെന്നറിയില്ല. ആ കോൺഫിഡൻസ് പറ്റാണ് ഇല്ലാണ്ടാക്കി. അതിനിടയിൽ യമാല് ബാക്കിയുള്ള പ്ലേയേഴ്സിനോട് ഇത്രയും കാലം ചെയ്തത് ന്യൂനോ യമാലിനോട് ചെയ്യുന്നത് കൂടെ കണ്ടപ്പോ ഐ ന്യൂ ഇറ്റ് വാസ് ഓവർ ഫോർ യമാൽ മാൻ. ചെക്കനെ കോച്ച് തിരിച്ച് കയറ്റി. ആൾക്കറിയാനു കോൺഫിഡൻസിന്റെ ഇഷ്യൂ കാരണം ഇനി എങ്ങാനും പെനാൾട്ടിറ്റീസൊക്കെ പോയി കഴിഞ്ഞാൽ ചെക്കന് പ്രഷർ താങ്ങാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ന്യൂനോ മെൻഡസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഫൈനൽ എന്തെങ്കിലുമൊക്കെ പോർച്ചുഗലിന് വേണമെന്നുണ്ടെങ്കിൽ ന്യൂനോ മെൻഡസ് സെമി ഫൈനലിൽ കളിച്ച് അതേപോലെ ഇവിടെ കളിക്കണമെന്ന്. ചെക്കൻ അതിൻ്റെ മേലേക്ക് കളിച്ചു. ഫസ്റ്റ് ഈക്വലൈസിങ് ഗോൾ, ഒരു സ്ട്രൈക്കറെ പോലെയുള്ള ഒരു ഫിനിഷിങ്. അതിനുശേഷം സെമി ഫൈനലിലെ പോലെ തന്നെ CR7 വേണ്ടിയിട്ടുള്ള ഒരു ക്രോസ്. ലൈക്ക് ഗൈസ്, യമാലിനെ പൂട്ടിയതും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് അതിന് പുറമേക്കാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഗോൾ കോൺട്രിബ്യൂഷനും ഈ ലെഫ്റ്റ് ബാക്കിന്റെ വകയാണ്. ഓഫ് കോഴ്സ് ഡിസേർവിംഗ്ലി ഈ ഒരു ഫൈനലിലെ ബെസ്റ്റ് പ്ലെയർ അവാർഡ് ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മാച്ചിന് ശേഷമുള്ള പോർച്ചുഗീസ് പ്ലേയേഴ്സിന്റെ റിയാക്ഷനും ഈവൻ CR7ഉം ബാക്കിയുള്ള ടീംമേറ്റ്സും ഒക്കെ ചെക്കനെ അഭിനന്ദിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ഈ ഒരു റിസൾട്ടിൽ ആൾക്ക് പങ്കുണ്ട് എന്നുള്ളത്. ഫിറ്റ് മാൻ, നാഷൻസ് ലീഗിലെ ബെസ്റ്റ് പ്ലെയർ, ടോപ്പ് സ്കോറർ, എല്ലാ അവാർഡും ന്യൂനോ മെൻഡസിന് കൊടുക്കി. ഒപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ബോൺ ചൈൽഡിനെ കൂടെ തരാം. അതൊക്കെ അത്രേ ഉള്ളൂ. താങ്ക് യു ന്യൂമെൻഷ്. CR7നെ സംബന്ധിച്ച് ഒരു ഗ്രേറ്റ് ഗെയിം എന്നൊന്നും പറയാനുള്ള ഒരു സംഭവമില്ലേന് കേട്ടോ. ആൾക്ക് ബോൾ കിട്ടിയത് തന്നെ വളരെ ചുരുക്കമാണ്. ആൻഡ് കിട്ടിയ സമയത്ത് തന്നെ ആൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഒരു സമയത്ത് ആൾക്ക് പറ്റി. കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് ആളുണ്ടായിരുന്നു. ന്യൂനോന്റെ ക്രോസ് ഡിഫ്ലക്റ്റ് ആയി വന്നത് ആളുടെ മുന്നിലേക്ക്. ഓക്കെ, ഡിഫൻഡറൊക്കെ തട്ടി മാറ്റിയിട്ട് ആൾ സ്കോർ ചെയ്യണു. ആ ഒരു ഈക്വലൈസിങ് ഗോൾ 88-ാം മിനിറ്റിലൊക്കെ ആയിട്ട് ആൾക്ക് ചെറിയൊരു ഇഞ്ചുറിയൊക്കെ പറ്റി. ആള് കയറി, ഗോൺകാലോ റാമോസ് ഇറങ്ങി. ഒരു 2016 ദേജാവു മൊമെന്റ് ഒക്കെ വന്ന പോലെ ആയിരുന്നു കേട്ടോ. ആള് ഫൈനൽ ഇഞ്ചുവേർഡ് ആയി കയറുന്നതൊക്കെ കണ്ടപ്പോ. ആൻഡ് അതേപോലെ തന്നെ ഇവർ ജയിച്ചു. നമ്മൾ അത് മാത്രമേ നോക്കണുള്ളൂ. They finally won, man. CR7നെ സംബന്ധിച്ച് മര്യാദക്ക് ഒരു ട്രോഫി കിട്ടിയിട്ട് കുറേ കാലമായിട്ടുണ്ട് കേട്ടോ. ആൻഡ് ആൾ എത്രത്തോളം റിലീവ്ഡ് ആണ് എന്നുള്ളത് ആളുടെ റിയാക്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഹി വാസ് സോ ഹാപ്പി ആൻഡ് അറ്റ് ദി സെയിം ടൈം എന്താ പറയാ, ഉള്ളിന്ന് ആ ഒരു ഭാരം എടുത്തു വെച്ച പോലെ ഉണ്ടായിരുന്നു. വേറെ ഇപ്പം എന്താ, പോർച്ചുഗലിന്റെ ഡിഫൻസിൽ ന്യൂനോ മെൻഡസിനെ മാറ്റി നിർത്തിയ ബാക്കി 3 വാഴകൾ നിങ്ങൾ എന്താ കാണിക്കുന്നുണ്ട്? ഓരോ കഴിവില്ലായ്മയാണ് കേട്ടോ ഈ മാച്ച് പോർച്ചുഗലിന് ഇത്രക്കും ടെൻഷൻ ഉള്ള, ഇത്രക്കും ഡിഫിക്കൽട്ട് ആക്കിയത്. അത് അങ്ങനെ തന്നെ പറയണം. പിന്നെ ബെർണാഡോ സിൽവ എന്താ ചെക്കാനക്ക് പറ്റിയത്? അൽവാരോ മൊറാറ്റ, thank you for missing. Diego Costa, thank you for saving. I'm just happy, man. Like അണ്ണനായാലും പോർച്ചുഗൽ ആയാലും നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ, ഐ മീൻ ലൈവ് മീൻസ്
വാച്ച് ലോങ്ങിന്റെ കാര്യമായിട്ട്, അല്ലാതെ നേരിട്ട് പോയി കളി കാണാനുള്ള ഒരു ഭാഗ്യമൊന്നും കിട്ടിയില്ല. ഓൾസോ ഗോൺകാലോ റാമോസ്, വാട്ട് ഈസ് റോങ് വിത്ത് യു? ഓന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ചാൻസ്, ഓക്കെ, എല്ലാവരും ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫൈനലിൽ ഗോൾ അടിച്ച് ടീമിനെ ജയിപ്പിക്കുക, ഹീറോ ആവുക, എല്ലാത്തിനും പറ്റിയ ഒരു മൊമെൻ്റ് ആയിട്ട് ചെങ്ങായിക്ക് വേണ്ട. അത്രയും നല്ലൊരു ചാൻസ് ആ ഒരു സ്റ്റാർട്ടിങ് സ്ട്രൈക്കർ പൊസിഷൻ ഉറപ്പിക്കാനുള്ള. ചെങ്ങായി എന്തോ വേണോ വേണ്ടതെന്ന് വെച്ചുള്ള പോലെയൊക്കെ കളിച്ചു. ബട്ട് കുഡോസ് ടു ഹിം. ആ ഒരു ഫസ്റ്റ് പെനാൾട്ടി പ്രഷറൊക്കെ ആൾ ഷൂട്ട് ഔട്ടിൽ ഏറ്റെടുത്ത് സക്സസ്ഫുൾ ആയിട്ട് സ്കോർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന് കയ്യടി. ബട്ട് അണ്ണൻ കഴിഞ്ഞ ഒരു ന്യൂ സ്ട്രൈക്കർ എന്നുള്ള ഒരു സംഭവം അതിനാൾ റെഡിയായ പോലെ ഒന്നും ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയില്ല. വേറെ ഇപ്പം എന്താ, നമ്മുടെ നേർച്ചയൊക്കെ ഫലം കണ്ടിട്ടുണ്ട്. അത്രക്കുള്ളൂ. ബൈ.